മുസ്ലിമീങ്ങൾക്ക് ധാരാളം മക്കളുണ്ട്, ധാരാളം സമ്പത്തുണ്ട്, സ്ഥാപന സൗകര്യങ്ങളുണ്ട്. അവരെല്ലാ മേഖലകളിലും കയ്യെത്തി പിടിക്കുകയാണെന്ന് പറഞ്ഞ അസൂയ പൂണ്ട് അവർ അസന്മാർഗിക മാർഗത്തിലൂടെ കള്ളക്കടത്തിലൂടെയാണ് പൈസ ഉണ്ടാക്കുന്നത് പറഞ്ഞ സർവ്വെണ്ണത്തിനും ഞങ്ങളുടെ ഉണ്ണിച്ചേട്ടന്റെ കിഡിലോസ്കി മറുപടി വന്നിട്ടുണ്ട്. ഉണ്ണിച്ചേട്ടൻ എന്ന് പറഞ്ഞു കൊടുത്തേ മാർഗ്. ഹിന്ദുക്കൾക്കുള്ള ഒരു വലിയ പോരായ്മയായിട്ട് ഞാൻ പറയണത്, ഇതിനാർക്കും ദേഷ്യം തോന്നരുത്, യാഥാർത്ഥ്യം. ഹിന്ദുക്കൾ എന്ന പ്രയോഗം എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഹിന്ദു സഹോദരങ്ങളൊക്കെ ധാരാളം ഒരുപാട് സ്ഥാനങ്ങളിലും ഒരുപാട് നല്ല സ്ഥാപനങ്ങളും സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ അവരുടെ കാര്യം നോക്കാനാണ് സമയം. അവർക്ക് ജീവിക്കാൻ മുന്നോട്ട് പോകാനുള്ള വഴിയും വരുമാനവും അവർ നോക്കി നടക്കുകയാണ്. പോട്ടെ. നമ്മൾ ഈ മുസ്ലിം പിള്ളേരെ നോക്കിയിട്ട് അവരെങ്ങനെ ഈ പൈസ ഉണ്ടാക്കി നടക്കണം, അവൻ എങ്ങനെയാണ് ഇത്രയും പൈസ ഉണ്ടാക്കുന്നതൊക്കെ ചിന്തിച്ച് കുറെ ആൾക്കാർ ആ പോസ്റ്റും വരുന്ന ഇങ്ങനെ ആലോചിക്കും. പോസ്റ്റും വരുന്ന ആലോചിക്കുകയാണ് ഇവർക്ക് എങ്ങനെ ഇതിനും മാത്രം പിള്ളേരുണ്ടാകുന്നത്, ഇവർക്ക് എങ്ങനെയാണ് ഇതിനും മാത്രം സ്ഥാപനം ഉണ്ടാകുന്നത്, ഇവർക്ക് മാത്രം ഇതിനും മാത്രം പൈസ എന്ന് സുമേഷും സുരേഷും കൂടെ കലിങ്ങി ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുക. അതോവായി വിട്ടിട്ട് ഇവൻ പണിക്ക് പോകത്തില്ല. ഇവനിങ്ങനെ മറ്റവൻ്റെ പിള്ളേർ ഇങ്ങനെ ഉണ്ടാകുന്ന അനുസരിച്ച് ഇവനിങ്ങനെ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവൻ മറ്റേ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുക, അതനങ്ങത്തില്ല. എന്നിട്ട് നമുക്ക് ഈ ആലോചന മാത്രമേ ഉള്ളൂ. അവര് റിസ്ക് എടുക്കും. ആലോചന മാത്രമേ ഉള്ളൂ. അവർ റിസ്ക് എടുക്കും, എല്ലാ മേഖലയും റിസ്ക് എടുക്കും. പിള്ളേരെ കാര്യത്തിലാണെങ്കിലും സമ്പത്ത് ഉണ്ടാക്കാണെങ്കിൽ അവർ റിസ്ക് എടുക്കും. നമ്മൾ വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിരിക്കുക. എന്നിട്ട് ബാക്കി ഞാനത് അവരെ പുകഴ്ത്തി പറയാനോ അല്ല. ഈ സമൂഹത്തിൽ എല്ലാവരും ജീവിക്കുന്നവരാണ്, എല്ലാവർക്കും രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ അതിൽ ഒരു കൂട്ടർ മാത്രം രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അത് അവർ റിസ്ക് എടുത്തിട്ടാണ്. നമ്മളാണെങ്കിൽ ഇവിടുന്ന് ഗൾഫിൽ പോകും. ഗൾഫിൽ പോയിട്ട് നമ്മുടെ പണി എന്താ? അവിടെ നിന്നുകൊണ്ട് വ്യാജ പോസ്റ്റ് ഇടുക, ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കുക, മുസ്ലിമാന്മാരുടെ വീടിന്റെ താഴെ വന്ന് ചീത്ത വിളിക്കുക, മുസ്ലിം പെൺകുട്ടികളെ ചാക്കിൽ പൊതിഞ്ഞുകൊണ്ട് നടക്കുന്നത് പറയുക. ഇതൊക്കെ നമ്മുടെ പണി. നമ്മൾ ഗൾഫിൽ പോയി രക്ഷപ്പെടാൻ വേണ്ടി പോകുന്ന, പൈസ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ഒപ്പമുള്ള ആളുകളൊക്കെ യഥാർത്ഥ ഹിന്ദുക്കൾ അവിടെ പോയി പടവെട്ടി കാശുണ്ടാക്കുകയാണ്. നമ്മൾ മറ്റവന്റെ ലത പരിശോധിക്കില്ല. അല്ലെങ്കിൽ അവര് നല്ല കൃത്യമായിട്ടുള്ള ബിസിനസ് മൈൻഡ് ഉണ്ടാക്കിയെടുത്തത് കൊണ്ടാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഈ റോഡ് സൈഡിലൊക്കെ ചെരുപ്പ് കൂട്ടി വെച്ച് വെക്കുന്ന കച്ചവടം കണ്ടിട്ടുണ്ടോ? ചീപ്പ് റേറ്റിൽ കിട്ടുന്ന ചെരുപ്പാണ്. നമുക്ക് വാങ്ങുന്നവർക്കും അത് ചീപ്പ് റേറ്റിൽ കിട്ടും. പക്ഷെ അതിന്റെ ഇടയിൽ കിട്ടുന്ന ഒരു ലാഭം ഭയങ്കരമാണ്. അത് ചെയ്യാൻ നമ്മൾ ആരെങ്കിലും തയ്യാറാവുന്നുണ്ടോ? ഇനി അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് നമ്മുടെ കുടുംബത്തിലെ ഏതെങ്കിലും കുട്ടിനെ കെട്ടിച്ചു കൊടുക്കും. നമുക്കൊക്കെ ഭയങ്കര സ്റ്റാറ്റസ് നോക്കലാണ്. എന്നാലും വീട്ടിൽ കഞ്ഞി വെക്കാനുള്ള ഗതിയിൽ ഉണ്ടാവില്ല. ഒരു പെണ്ണെ കെട്ടിച്ചു വിടുകയാണെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥനെ കെട്ടിച്ചു വിടുള്ളൂ. അതിന് കാരണം എന്താണ്? അതിനുള്ള ഗ്യാരണ്ടി നമ്മളെ കാര്യത്തിൽ, മറ്റുള്ളവർക്ക് ഗ്യാരണ്ടി ഇല്ല. അതായത് നിങ്ങൾ ഇത് ചെയ്യൂല എന്നുള്ളത് ഈ വീട്ടിലെ അന്തന്മാർക്ക് അറിയാം. ഗവൺമെന്റ് ജോലിയാണെങ്കിൽ പിന്നെ അവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, അവളെ കുട്ടിയെ പട്ടിണിയാവില്ല. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ വേണമെന്ന് പറയാൻ കാരണം. നമ്മളെ ചെറുപ്പക്കാർ മുന്നോട്ട് ഇറങ്ങിക്കൊണ്ട് എല്ലാ ഇപ്പൊ സീസൺ കച്ചവടം എന്ന് പറഞ്ഞ കച്ചവടം എന്താ അറിയോ? ഈ ചെരുപ്പ് കച്ചവടം ശ്രദ്ധിച്ചാൽ മതി. അവര് ചിലപ്പോ ഇന്ന് ചെരുപ്പ് കച്ചവടമായിരിക്കും ചെയ്യുക. അതിങ്ങനെ ഏകദേശം സീസൺ അവസാനിക്കാനാകുമ്പോൾ അവൻ അടുത്തൊരു പരിപാടിയിട്ട് വരും. അതായത് അവന് ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അവന് സാധാരണ 100 അത് ഉണ്ണിച്ചേട്ടൻ പറഞ്ഞ എത്ര കൃത്യമാണെന്ന് അറിയാം. ഇതിനപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞിരുന്ന കാര്യമുണ്ട്. നിങ്ങൾ മുസ്ലിമീങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ മറ്റ് സമൂഹങ്ങളുടെ പ്രശ്നങ്ങളോ അവരുടെ വിശ്വാസങ്ങളോ ആചാരങ്ങളോ ഒന്നും അവരെ ബാധിക്കുന്ന വിഷയമല്ല. ഏതൊരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കുടുംബം, അവൻ്റെ ജീവിതം. അതോടൊപ്പം നിങ്ങൾ നോക്കൂ, ഒരു ചാരിറ്റി വീഡിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ എത്ര ആവേശമാണ്, ജാതി മതം നോക്കാതെ. എന്നാൽ മറ്റു പലരും അങ്ങനെയല്ല. മറ്റു പലരും ആളുകളെ സഹായിക്കാൻ കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ മനസ്സുണ്ടാകുക എന്നുള്ളത് വേറെ ഒരുത്തനെ അവൻ്റെ വിശ്വാസങ്ങളെ, അവൻ്റെ ആചാരങ്ങളെ, വരുന്നറ അവന്മാർ വരുന്നറ പിടിച്ചടക്കാൻ പറ്റുന്ന സൂക്ഷിക്കണം. നീ ഇങ്ങനെ ജീവിച്ച് തൊലഞ്ഞു പോത്തേ ഉള്ളൂ. നിന്റെ കലങ്കിലിരുന്നുള്ള ചർച്ച എന്താണ്? ഈ നാട്ടിലെ മുസ്ലിമീങ്ങളെ കുറിച്ചാണ്, ഈ നാട്ടിലെ മറ്റു വിശ്വാസികളെ കുറിച്ചാണ്. എടാ, നീ നിന്നെക്കുറിച്ച് ചിന്തിക്ക്. നീ പണിക്ക് പോ, നീ 10 രൂപ ഉണ്ടാക്ക്, നിന്റെ കുടുംബം നോക്ക്. നീ എൻ്റെ പിള്ളേരുണ്ടാകുന്നതും എനിക്ക് സമ്പത്തുണ്ടാകുന്നതും ഞാൻ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ നിന്റെ ആ ദുബറുണ്ടല്ലോ, ആ കലങ്ങി ഇരുന്ന് തേഞ്ഞു പോത്തേ ഉള്ളൂ. ഇത്ര കൃത്യമായിട്ടാണ് ഉണ്ണിച്ചേട്ടൻ ആ വിഷയം പറഞ്ഞത്. ധൈര്യത്തോടുകൂടിയും എന്തെല്ലാം പറഞ്ഞാൽ ഇടയ്ക്ക് അയാൾ സത്യം പറയലുണ്ട്. ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ബഹുമാനം അദ്ദേഹത്തോട്. അതുകൊണ്ട് സുരേഷേ, എടാ പണിക്ക് പോടാ.